നെയ്യപ്പം തിന്നാൻ തോന്നി. സോ ഞാൻ ആക്ച്വലി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നെയ്യപ്പം വയ്ക്കാൻ പോവാം. ഇവിടെ അടുത്ത് തന്നെ കുഞ്ഞേച്ചിൻ്റെ അടുത്ത്, ഞാൻ ഇപ്പോൾ കുഞ്ഞേച്ചിൻ്റെ അടുത്തല്ലേ, അപ്പോൾ ഇവിടെ തന്നെ ഇന്ത്യൻ സ്റ്റോറുണ്ട്. ഇവിടെ അടുത്തെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ് നടക്കണം. അപ്പോൾ അവിടെ പോവാം. നെയ്യപ്പം ഉണ്ടായാൽ മതിയായിരുന്നു. നോക്കാം. ഇപ്പം ഇന്നിവിടെ 18 ഡിഗ്രിയേ ഉള്ളൂ. ഓ, ചൂടുകാലം വരട്ടെ. പക്ഷെ എന്നാലും ഞാനൊരു ജാക്കറ്റ് കിട്ടും, ചെറിയ ജാക്കറ്റ് ഉണ്ടായാൽ മതിയായിരുന്നു. ഭർത്താവ് കുഞ്ഞേച്ചി പുറകെ വരുന്നുണ്ട്. വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് നമുക്ക്. കട അടയ്ക്കാനായി, അതാണ് മെയിൻ ട്വിസ്റ്റ്. ഇത്ര സമയം അവിടെ ഇരുന്നു, ഒന്നും വാങ്ങിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ കട അടയ്ക്കാൻ വെറും 10 മിനിറ്റ് മാത്രമുള്ളപ്പോഴാണ് നെയ്യപ്പം കഴിക്കാൻ പറ്റിയത്. കിട്ടുമായിരിക്കും. പീരിയഡ്സിൻ്റെ ക്രേവിങ്സ് ആട്ടോ നെയ്യപ്പം. സാധാരണ എല്ലാവർക്കും ചോക്ലേറ്റ് ഒക്കെ ആയിരിക്കും. എനിക്ക് ചോക്ലേറ്റും ഉണ്ട്, പക്ഷേ ഇന്നെന്താണെന്ന് അറിഞ്ഞൂടാ, നെയ്യപ്പം. കടയെത്തി കഴിച്ച് നോക്കട്ടെ. നെയ്യപ്പം ഉണ്ട്, പക്ഷേ ഉണ്ണിയപ്പം കണ്ടപ്പോൾ എൻ്റെ മൈനസ് മാറി. അപ്പം ഞാൻ നെയ്യപ്പത്തിന് ഒഴിവാക്കി ഉണ്ണിയപ്പത്തിനെടുത്തു. ഹലോ, അപ്പം നമ്മളിന്ന് പോർക്കും ചോറും പുളിശ്ശേരിയും ചീരത്തോരനും വെക്കാൻ പോവാം. നോക്കാം. പോർക്ക് ഞാൻ ഒരു വട്ടം വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടുത്തെ പോർക്ക് നമ്മളെ നാട്ടിലത്തെ പോലെ ഒരു ഇത് കിട്ടില്ലല്ലോ. ഒരു കുഴപ്പമുള്ളൂ. നോക്കാം. കുഞ്ഞേച്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേ, എവിടെയാണോ? ഇതാട്ടോ പോർക്ക്. ഇനി ഇവനെ നമുക്കൊന്ന് കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കാം. പാത്രം നിങ്ങളെല്ലാവരും വാങ്ങിച്ചു കേട്ടോ. ഇത് ആക്ച്വലി നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, കാരണം കാണിച്ചു തരാതെ. കണ്ടോ നമുക്ക് എല്ലാ പൊടിയും ഒന്നിലിടാം. അതാകുമ്പോൾ നമുക്ക് വേറെ വേറെ സ്പേസും പോകത്തില്ല, നമുക്കിങ്ങനെ കിട്ടുകയും ചെയ്യും. കുക്കർ എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പി നമ്മൾ വേറെ എവിടെ നിന്ന് എടുത്തൊന്നുമല്ല, നമ്മൾ സ്വന്തം എനിക്കിഷ്ടമുള്ളത് ഞാൻ വെക്കും. നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയാടാ. പിന്നെ ഹായ് പറയാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ആകെ എനിക്ക് 70 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എന്നാലും ഈ വീഡിയോ കാണുന്നവർ എന്തായാലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ പോർക്കെടുത്ത് കുക്കറിലേക്ക് ഇടണം. കുനുകുനാന്ന് ഞുറുക്കിയതല്ലേ? യെസ്, കുനുകുനാന്ന് ഞുറുക്കിയ പോർക്ക്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇടാൻ പോകുന്നത് ഇത് ഉപ്പ്. കുറച്ച് ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ് ഇട്ടേക്കാം. അളവൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ തോന്നി കിട്ടും. ഇതിൻ്റെ റെസിപ്പി എവിടെയും ഉണ്ടാകത്തില്ല, കാരണം ഈ റെസിപ്പി എൻ്റേതാണല്ലോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് കാണുന്നുണ്ടാവില്ല. ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇടാം. പിന്നെ കാണുന്ന മസാല ഒക്കെ ഇടാം. ഇവിടെ ഇതിലേത് ഇറച്ചി മസാല? ഇറച്ചി മസാല സെപ്പറേറ്റ് ഇടാം. ഇറച്ചി മസാല വേണോ? യെസ്. പിന്നെ ഇറച്ചിയല്ലേ വെക്കുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളികൾ, ലോസ് തരവാട്ടോ. ഇങ്ങനത്തെ സിബ്ലിങ്സ് നിങ്ങൾക്കുണ്ടോ? പണി എടുപ്പിക്കത്തില്ല അങ്ങോട്ട്. ഇവൾക്ക് ഞാൻ വന്നാലാണ് ഇവിടെ ഫുഡ് വെച്ച്, ഇവൾക്ക് ഞാൻ വരണം എല്ലാം വെച്ചിട്ട്. ഇവൾക്കൊന്നും അങ്ങനെ അറിയത്തില്ലേ. സോ നമുക്ക് നമ്മളെ ഏകദേശം പൊടികൾ ഇട്ടു. ഇനി മെയിൻ തിങ് നമ്മുടെ കറിവേപ്പില. ഇതൊന്ന് വാഷം ചെയ്തെടുക്കും. ഇവിടാണ് എൻ്റെ ഇത് പോയാ. ഇവിടെ എൻ്റെ കുഷിനിക്കാരത്തി. കറിവേപ്പില ഇടണം. കുറച്ചിട്ടാൽ മതി കേട്ടോ. അയ്യോ, നാട്ടിലെ പോലെ അല്ല. ഒഴിക്കണ്ടല്ലോ പോർക്കിന്. ഞാൻ ഇതിന്റെ തന്നെ വെള്ളം
അതൊരു ഇച്ചിരി വെച്ച കടി പിടിച്ച് കുക്കർ കത്തിപ്പോയി വെള്ളം ഒഴിക്കും. നല്ല തട്ടി പോകും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. എന്തോ പൊട്ടിച്ച് ഇതായിരുന്നു ആദ്യം ഇടണ്ട, മറന്നുപോയി. കുറച്ചിട്ടാ കേട്ടോ. നന്നായിട്ട് കുഴച്ച് നമ്മൾ എടുക്കണം. കുഴച്ചെടുത്ത് വെള്ളം ഒഴിക്കണ്ടെന്നാണ് കുഞ്ഞേച്ചി പറയുന്നത്. എനിക്ക് അറിഞ്ഞോളൂ കേട്ടോ, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത്തിരി വെള്ളം ഞാൻ ഒഴിക്കാറുണ്ടോ? കുറച്ച് വെള്ളം ഒഴിക്കണം. കാരണം ആ വെള്ളത്തിന്റെ പ്രസൻസിൽ വേണം നമുക്കൊന്ന് വളർത്തിയെടുക്കാൻ. വീട്ടിലാണെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു അല്ലേ? കഷ്ടപ്പാടും ദുരിതമാ ഞങ്ങൾക്ക്. ജർമ്മനി വന്ന് നമ്മൾ എന്ത് പഠിച്ചു? കുക്കിംഗ് പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചു? ജീവിക്കാൻ പഠിച്ചു. ഇൻഡിപെൻഡന്റ് ആയി. പിന്നെ നമുക്ക് ഇവിടെ വന്നതിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാട്ടിലാണെങ്കിലും മേടിക്കും. എന്നാലും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ മേടിക്കും അല്ലേ? സ്വന്തമായിട്ട് മേടിക്കൂലേ നമ്മള്? ചെയ്യണം നമ്മള്. ബെന്നിന്റെ മീനന്റെ 2 ഇൻഡിപെൻഡന്റ് വുമൻസ് ആണ് ഇവിടെ. ഒരാള് ഏറ്റവും കൂടുതൽ ഞാനാ. ഇവിടെ ഒരു പണി ചെയ്യത്തില്ല, ഞാൻ വേണം എല്ലാം. ഇവിടെ കുരുമുളക് ഉണ്ടാകാം. കുരുമുളക് ഇട്ടില്ലെന്ന് തോന്നല്ലേ? എനിക്ക് സത്യം പറഞ്ഞ കുക്കിംഗ് ഒന്നും ഇഷ്ടമല്ല. പക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം കുക്ക് ചെയ്യും. കുഞ്ഞേച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്ത് സാധനം അടിച്ചാലും അവർക്ക് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. എടാ സ്പാനർ 26 ഇവളെങ്ങനെയാ അടക്കുന്നത് നമുക്ക് അറിഞ്ഞൂടോ. സ്ക്രൂ ഡ്രൈവർ ഇട്ടാന്ന് തോന്നുന്നു കേട്ടോ. അല്ലാതെ ആ ബോക്സിന്റെ കുഴപ്പമാ. ഞാൻ അടയ്ക്കുന്ന ഓക്കെ ആയിട്ട്, പക്ഷെ ഇത് ടിന്നിന്റെ കുഴപ്പമാണ്. എടാ തുറക്കണം. ഞാൻ 1 മിനിറ്റ് കൊണ്ട് തുറന്നില്ല. കാരണം അവൾക്ക് മാത്രമേ അവളുടെ പൊട്ടി തുറക്കാൻ പറ്റൂ, നമ്മൾക്കൊന്നും അത് പറ്റത്തില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി? ഞാൻ കുറെ വരിട്ട് കേസ്. ഇതൊക്കെ എന്നെ വെറും സിമ്പിൾ ആണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. പട്ടി ഷോ ആയിട്ട് കുറെ മുഴുവൻ ഞാൻ കഷ്ടപ്പെടുന്നു. നീ കുക്കർ കറി വിസിലടിക്കോ? ചേച്ചി അതുകൊണ്ട് പറയാല്ല. ഇവൾക്ക് കുക്കിംഗ്, മമ്മീന്റെ പപ്പേനെ കുക്കിംഗ് കഴിവ് കിട്ടിയത് മൊത്തം എനിക്കാ. ഞാൻ അഹങ്കാരം പറയല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചെന്റെ ചിക്കൻ കറി കണ്ടിട്ട് 2 മിനിറ്റ് എണീറ്റ് നിന്നു. 2 മിനിറ്റ് ബഹുമാനിച്ച് ഞാൻ എന്റെ ചിക്കൻ കറീനെ. ഞാൻ എന്ത് ചെയ്യണം? ഒരു സകലകല വല്ലഭയായിപ്പോയി. ഇവിടെ ഒന്ന് വെച്ചാലും കൊള്ളത്തില്ല. കുഴച്ച് നമ്മുടെ പോക്കെ ഞാനങ്ങ് മസാല പരത്തിച്ചിട്ട് വെച്ചു. ഇനി നമുക്ക് ഇവരെ വിസിലടുപ്പിച്ച്. എടി എത്ര വിസിൽ കാണായിരിക്കും? ആ 4-5 നോക്കാം. നമ്മുടെ മസാല പുരട്ടിയ പോർക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം കൂടി എടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് വിസിലടിപ്പിക്കാം. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ലേ? ഇത്തിരി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഒരു കുറച്ച് സമാധാനത്തിന്. എനിക്ക് അറിഞ്ഞൂടാ ഇതൊക്കെ സത്യമാണോ. സത്യമാണോ? ഇത്തിരി വെള്ളം ഒഴിക്കാം അല്ലേ? മതിയായിരിക്കും. കാരണം വിസിലേ അങ്ങനൊരു പാട്ടുണ്ടായിരുന്നു. നീ പണ്ട് ഡാൻസ് കളിച്ചല്ലേ? ഞാൻ അടച്ചോ. എനിക്ക് എനിക്ക് പണ്ടേ ട്രോമയാണ് കുക്കർ കഴുകാന്. കുക്കർ വെച്ചിട്ടുള്ളൊരു ട്രോമയാണ് എനിക്ക്.
അടയ്ക്കൊന്നും അറിയില്ല. ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വെക്കുക മോളെ. ഇതാ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുക. കുക്കർ അടയ്ക്കുന്നത് എങ്ങനെയാണ് എന്റെ അടുത്ത വീഡിയോ. അയ്യോ ഇത് കണ്ടില്ല, അതിനകത്ത് ഹാഫേ കണ്ടുള്ളൂ. ഒന്നുകൂടി കാണിച്ചത് എങ്ങനെയാടാ കുക്കർ എങ്ങനെ അടയ്ക്കാന്നാണ് ഇത് കുഞ്ഞിന്റെ ക്ലാസ്. ഒക്കെ ഇതിപ്പോ ഇനി തുറക്കുന്ന ക്ലാസ്. ഓക്കെ ഇതിങ്ങനെ പിടിക്കൊന്നും അറിയാനില്ല. കുക്കർ പിടിക്കുക പിടിക്കുക അങ്ങനെ തുറക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ കുക്കർ പേടിയുള്ളവര് കമന്റ് ചെയ്യണേ. ഇവള് സൈഡിൽ കൂടി ചീരത്തോരൻ വെക്കുന്നുണ്ട്. ഞാൻ വെക്കാന്ന് പറഞ്ഞതാ, എനിക്കിതൊക്കെ നിസ്സാരാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇലക്കറി പച്ചക്കറി എനിക്കിഷ്ടമല്ല, എന്നാലും പേരിന് കഴിക്കാം. അതിന്റെ അരി ഉണ്ടായിരുന്നോ? ഞാൻ വേറെ വെറൈറ്റിയാ. ആക്ച്വലി ഇവക്ക് മടിയാണ്, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ തന്നെ തെളിവ് കണ്ടില്ലേ, ചീര അറിയാൻ പോലും ഇവക്ക് വയ്യ. ഞാൻ കുക്കിംഗ് ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാത്തതാണ്. ഞാനും ഇൻട്രസ്റ്റ് അല്ല, സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഇപ്പൊ ഉണ്ടാക്കുന്നു ഗൈസ്. അങ്ങനെ എന്താല്ലേ, പണ്ട് വീട്ടിലൊക്കെ മമ്മി ഈ പോർക്കൊക്കെ വെച്ച് വിസിലൊക്കെ അടിക്കുന്ന നമ്മൾ അറിയാതെ കൂടി ഉണ്ടായിരുന്നില്ല. നീ അറിയില്ലായിരുന്നു? വിസിൽ കേൾക്കും, മമ്മി വേണ്ട ഓഫാക്കാൻ പറയും. 3 വിസിലാകുമ്പോൾ ഓഫാക്കണേന്ന് പറയും, പക്ഷെ മറന്നുപോകും. ആ ഒരു സമയത്ത് എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. 3 വിസിൽ അടിച്ചു എന്നൊക്കെ പറയും, ചിലപ്പോൾ 2 വിസിലായിരിക്കും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു പണ്ട്. എടാ കുക്കർ ഫ്രിഡ്ജിൽ വെച്ചില്ല, കുക്കർ അടുപ്പ് വെച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ആക്ച്വലി സമ്മർ പോലെ ആയതുകൊണ്ട് ഇവള് സമ്മർ ഡ്രസ്സിലേക്ക് മാറി. ഞാനിപ്പോഴും വിന്ററിൽ തന്നെയാണ്. അയ്യോ ഞാൻ ഇന്ന് ആക്ച്വലി കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോകുന്നേ ഉള്ളൂ. രാത്രിക്കാണ് ഇവിടെ എല്ലാവരും കുളിക്കാറ്. ഇവൾ ഡ്യൂട്ടിക്ക് വേണ്ട രാവിലെ കുളിച്ചു. ഉച്ചയ്ക്ക് കുളിച്ചു. എടാ ഓണാക്കട്ടെ. എത്ര വിസിൽ വേണം? ഫുള്ളിൽ വെച്ചോ, 5 വിസിൽ സെറ്റ് ആക്കി നോക്കാം. പൊട്ടിത്തെറിക്കോ? വരും വിസില് വരും. ഇവിടെ എന്തൊക്കെയോ വാരി പെറുക്കിയിടുന്നുണ്ട് കൈസ്. എന്താന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇതെന്താ ഇട്ടത്? ഞാൻ എനിക്ക് കാന്താരി ഇട്ടതാ. ഇവിടെ പണ്ട് ഒരു ബാമ്പു ബോയ്സിന്റെ കൂടെയാണ്. എന്താണ് ഈ അപ്പത്ത് ഇതിപ്പോ തന്നെ ഇത് സോഫ്റ്റ് ആയി ഏകദേശം. എവിടെ പഠിച്ച? ഞാൻ തന്നെ പഠിച്ച റെസിപ്പി തന്നെ. പിള്ളേരാ, ഞങ്ങൾ ആരെയും അങ്ങ് കണ്ടുപഠിക്കത്തില്ല. പക്ഷെ ഇത് ആക്ച്വലി ബേബി സ്പിനാച്ചാ. ആക്ച്വലി അരിയേണ്ട ആവശ്യമൊന്നും ഇല്ല, ഞാൻ അരിയാതാക്കും. പക്ഷെ നമുക്ക് സമയവും കാര്യവും ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ടാക്കുക. ഈ പാത്രം നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചോട്ടോ, നാട്ടിൽ നിന്ന് വാങ്ങിക്കണം. ഇത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചേ? ഇത് കാരണം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നല്ലതാ. കാരണം എല്ലാ പൊടിയും ഇവിടെ വന്നിട്ട് ഇടാവുള്ളേ, അങ്ങനെ ഇട്ടിട്ടൊന്നും എല്ലാം കൂടി ഒരുമിച്ചാവും. ഇവിടെ വന്നിട്ട് എല്ലാവരും തീരുന്നതിനനുസരിച്ചിടണം. ഇവിടെ നോക്കി ഇത് രണ്ടും ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഒരുമിച്ചായി പോയില്ല. ഇതിപ്പോ ഏത് മീൻ മസാലയും മസാല അല്ല, ഫിഷ് മസാല, മഞ്ഞപ്പൊടി ഇച്ചിരി. പിന്നെ മഞ്ഞപ്പൊടിയും ഫിഷ് മസാല ഒരുമിച്ച് കൂടാലോ, കുഴപ്പമില്ല. എന്റെ സ്ലിപ്പ് അടിക്കും. പഠിക്കൊന്നുമില്ല, അത് വെറുതെ സിഗ്നൽ കാണിക്കുന്നു. അപ്പോഴടിക്കില്ല ഗൈസ്, പിന്നെ അടിക്കും. ഞാൻ ഓഫാക്കി പോയി ഗൈസ്. അടുത്തത് നമ്മള് പുളിശ്ശേരി വെക്കാൻ പോകണം. പുളിശ്ശേരിക്ക് ആദ്യം നമ്മൾക്ക് കറിവേപ്പില അല്ല വേണ്ടത്, തൈരാണ് വേണ്ടത്. തൈര് ഇതാ ഇവിടെ ഓൾമോസ്റ്റ് തൈരൊക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിക്കണം. അത്ര മതി. ഉലുവ എവിടെ? ഉലുവ, കുറച്ച് കടുക്. നമ്മൾ കുറച്ചധികം കടുകിടണം. കുറച്ച് പുളിശ്ശേരി സിമ്പിളാ. എണ്ണ തിളപ്പിക്കുക, അതിൽ കടുക്, ഉലുവ, കറിവേപ്പില, ഇത്ര ഉള്ളി കുറച്ച് മിനിറ്റ് വഴറ്റിയിട്ട് തിളയ്ക്കുമ്പോൾ തൈര് ഒഴിച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടാൽ നമ്മുടെ പുളിശ്ശേരി റെഡി. പുളിശ്ശേരി റെഡിയായി ഗായ്സ്. എൻ്റെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോർക്കും കൂടി വെച്ച ചീരത്തോരനും സാമ്പാറായി. ചീരത്തോരനും റെഡിയായി, പുളിശ്ശേരിയും റെഡിയായി. അങ്ങനെ നമ്മൾ ഇത് ചൂടാക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ടിടും. ഏകദേശം കുക്കായി തോന്നല്ലേടി? കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നെയ്യ് തന്നെ വേണം ഇതാക്കാൻ. ഏത്? ഈ പന്നീൻ്റെ നെയ്യിൽ ഞാൻ കുറച്ച് മസാലയും കൂടി, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത മസാല, എനിക്കിഷ്ടമുള്ള മസാല എന്ന് ഞാൻ പറഞ്ഞത്, അതിൽ ഞാൻ വീണ്ടും ആഡ് ചെയ്തു. കാരണം ഇതിൻ്റെ കളർ വേറെ അല്ലേ, നമുക്ക് കളർ മാറ്റാം. ചായ മാറ്റി കാപ്പിയാക്കാം. ഓക്കെ, മണമൊക്കെ വരുന്നുണ്ടല്ലോ.
ഫൈനലി പോർക്ക് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് മലയാളം കൂടി അരിഞ്ഞിട്ടു. ഇനി കഴിക്കുമ്പോൾ കാണാം ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിലും കൂടി വീഡിയോസ് ഷോർട്സ് ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഇൻസ്റ്റയിൽ ഇന്ന് തന്നെ ഇടാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഫുൾ വീഡിയോ കൂടി എൻ്റെ യൂട്യൂബ് ചാനൽ ചെയ്യും. ഇപ്പം ആകെ 76 പേരെന്തേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇനി എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ എന്താ ഷെയർ ചെയ്യണം, കമൻ്റ് ഒക്കെ ചെയ്യണം. എന്നാൽ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാൻ പറ്റും. ഇവളൊക്കെ ജർമ്മനിയിലും കൂടി പറയാം. ജർമ്മൻകാരില്ല എൻ്റെ ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകണ്ട. ജർമ്മനില് bitte abonnieren, teilen und bitte kommentieren. ഓക്കെ, മനസ്സിലായല്ലോ? അതെല്ലാം നിങ്ങൾ ചെയ്യണം, മനസ്സിലായല്ലോ? ഇല്ലാത്തവർ എനിക്ക് കാണാൻ പറ്റും, അവര് സാത്താൻ പിടിക്കട്ടെ. അപ്പം അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ പോർക്കും ചോറും മീൻകറിയും പുളിശ്ശേരിയും ചീരത്തോരനും റെഡി ആയിട്ടുണ്ട്. പോയി കഴിക്കാം. Are you excited to eat my pork? I'm so excited. എന്താ മുടി നോക്കിയേ. കാട്ടുചെമ്പകം പൂത്തില്ലേ. എക്സ്ട്രാ വേറൊരു സാധനം കൂടി നമ്മൾ ആക്കിയിട്ടുണ്ട്. എന്താണെന്നറിയോ? കാണിച്ചു തരാം. കൊണ്ടാട്ടം, നമ്മളെ തൈര് മുളക് കൊണ്ടാട്ടോ. പിന്നെ നല്ല ഫ്രഷ് ഗ്രേപ്പ് ജ്യൂസ്, പിന്നെ പുളിശ്ശേരി, പിന്നെ എൻ്റെ പോർക്ക് ഫ്രൈ, പോർക്ക് വരട്ടിയത്, പിന്നെ കുത്തിരിച്ചോറ്. ഇത് മതി പറച്ചോറിന്. പറച്ചോറുണ്ട് കണ്ടാ മതി. പുളിശ്ശേരി, കൊണ്ടാട്ടം, പോർക്ക്, പിന്നെ ഇവളുടെ ചട്നി, ചീരച്ചട്നി. കൊള്ളാമോ? അടിപൊളി. ഒന്നും പറയാം. ഈ ഉള്ള ഭാഗം നമ്മൾ ആദ്യം എടുക്കണം. കുറച്ച് ചോറും പുളിശ്ശേരിയും പിന്നെ കൊണ്ടാട്ടവും. എന്നിട്ട് എനിക്കിഷ്ടമില്ല. ചീര രാവിലെ നല്ല പാലപ്പവും പിന്നെന്താന്ന് കാണിച്ചു തരാവേ. രാവിലെ ആയി, നമ്മള് പാലപ്പം ഉണ്ടാക്കി. പിന്നെ നമ്മുടെ പോർക്ക്, രാത്രിയിലെ പോർക്കും ഇന്ന് സെറ്റായിട്ടുണ്ടാവും ഏകദേശം. ഇന്നലത്തെക്കാലം കുറച്ചുകൂടെ ടേസ്റ്റ് ഇന്നായിരിക്കും. പിന്നെ മുട്ട പുഴുങ്ങിയത്.